നമസ്കാരം. വചന സമീക്ഷയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. മത്തായി എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 44 മുതലുള്ള വേദഭാഗങ്ങളെ ആസ്പദമാക്കിയാണ് ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഏവർക്കും വചന സമീക്ഷയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഒരു കുഞ്ഞു കുട്ടിയുടെ കഥയാണ് കേട്ടോ ഞാൻ നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ ആ കുട്ടിയുടെ പേരെന്ന് പറയുന്നത് ആൻസി എന്നാണ്. അപ്പോൾ ഈ ആൻസി മോള് തൻ്റെ അമ്മയോടൊപ്പം തൻ്റെ മുത്തശ്ശിയുടെ വീട്ടിലേക്ക് പോവുകയാണേ. അപ്പോൾ മുത്തശ്ശി ഒരുപാട് നാളിന് ശേഷമാണ് അവൾ നേരിട്ട് കാണാനായിട്ട് പോകുന്നത്. അങ്ങനെ അവൾ വളരെ ആകാംക്ഷയോടെ സന്തോഷത്തോടെ മുത്തശ്ശിയുടെ അടുത്തേക്ക് ഓടിപ്പോവാണ്. അപ്പോൾ ഒത്തിരി നേരം മുത്തശ്ശിയുമായിട്ട് സംസാരിച്ചു, ഒത്തിരി സമയം ചെലവഴിച്ചു. അതിനുശേഷം വൈകുന്നേരം അവർ തിരിച്ച് തൻ്റെ ഭവനത്തിലേക്ക് മടങ്ങി വരുവാണ്. അപ്പോൾ 6 വയസ്സ് മാത്രം പ്രായമുള്ള ആ കുഞ്ഞിൻ്റെ മനസ്സ് വല്ലാതെ വേദനിക്കുന്നുണ്ടായിരുന്നു തൻ്റെ മുത്തശ്ശിയെ വിട്ട് പിരിയുന്നതിൽ. കാരണം നമുക്കറിയാമല്ലോ, മുത്തശ്ശിമാരാകുമ്പോൾ നല്ല കഥകളൊക്കെ പറഞ്ഞു കൊടുക്കും, നല്ല സ്നേഹമായിരിക്കും, നല്ല ക്ഷമയുള്ളവരായിരിക്കും. അതുകൊണ്ട് തന്നെ ആ കുഞ്ഞിന് ഭയങ്കര വിഷമമായിരുന്നു മുത്തശ്ശിയെ വിട്ട് പിരിയാൻ. അപ്പോൾ അമ്മയോട് കെഞ്ചി ചോദിക്കുന്നുണ്ടായിരുന്നു, അമ്മ ഞാൻ 2 ദിവസം കൂടെ ഇവിടെ നിന്നോട്ടെ. അപ്പോൾ അമ്മ പറയുകയാണ്, ഇല്ല മോളെ, നമുക്ക് നാളെ സ്കൂളിൽ പോവേണ്ടതല്ലേ. അപ്പോൾ എന്തായാലും ഇനി അടുത്ത വെക്കേഷന് മുത്തശ്ശിയോട് വലിയ വെക്കേഷന് 2 മാസം ഞാൻ നിന്നെ ഇവിടെ കൊണ്ട് നിർത്താം എന്നുള്ള ഉറപ്പോടുകൂടെ മുത്തശ്ശിയുടെ വീട്ടിൽ നിന്ന് അവളെയും കൊണ്ടുപോവാണ് കേട്ടോ. അപ്പോൾ ആൻസി മോളുടെ വിഷമം കണ്ടിട്ട് മുത്തശ്ശി അവൾക്കൊരു ഗിഫ്റ്റ് കൊടുക്കുവാണ്. ആ ഗിഫ്റ്റ് എന്ന് പറയുന്നത് വേറൊന്നും അല്ല കേട്ടോ, വളരെ വിലപിടിപ്പുള്ള സാധനമൊന്നും അല്ല, എന്നാലും കാണാൻ നല്ല ഭംഗിയായിട്ടുള്ള ഒരു കുഞ്ഞ് ഭരണി. അപ്പോൾ ആ ഭരണി മുത്തശ്ശി മോളുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, മോളെ ഇതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടൊരു ഭരണിയാണ്, ഒരു പാത്രമാണ്. ഇത് ഞാൻ വളരെ ആഗ്രഹിച്ച് വാങ്ങിച്ചൊരു സാധനമാണ്. ഇത് മോള് സൂക്ഷിച്ച് വെച്ചേക്കണേ, മുത്തശ്ശിയുടെ ഓർമ്മയ്ക്കായിട്ട് ഇത് കയ്യിലിരുന്നോട്ടെ. അപ്പോൾ അടുത്ത വെക്കേഷന് വരുമ്പോൾ മോൾ ഇതിൽ ഒത്തിരി കാശിട്ട് നിറച്ച് മുത്തശ്ശിക്ക് കൊണ്ടുവരണം, ഓക്കെ ആണോ? അപ്പോൾ മോള് പറഞ്ഞു, ഓക്കെ മുത്തശ്ശി, ഞാൻ കൊണ്ടുവരാം. ആ കാശ് വെച്ച് നമുക്ക് എന്ത് ചെയ്യണം? അപ്പോൾ മുത്തശ്ശി പറഞ്ഞു, മോൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും സാധനം മുത്തശ്ശി വാങ്ങിത്തരാം എന്ന് പറഞ്ഞു. അങ്ങനെ ഈ കുട്ടി വളരെ സന്തോഷത്തോടുകൂടെ പിന്നെ എക്സൈറ്റ്മെൻ്റ് ആയി. എങ്ങനെയും ആ ഒരു കുഞ്ഞു ഭരണിയിൽ തൻ്റെ കുഞ്ഞു കുഞ്ഞു നിക്ഷേപങ്ങളിട്ട് നിറയ്ക്കുക എന്നുള്ള ആ ഒരു ആഗ്രഹത്തോടു കൂടെ ആ ഭരണിയെ ഭയങ്കര പ്രഷ്യസ് ആയിട്ട് കണ്ട് വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇനി എന്താണ് നമ്മുടെ ആൻസിക്ക് സംഭവിച്ചത് നമുക്ക് നോക്കാം. അതിനു മുമ്പായിട്ട് നമുക്കൊരു കോൾ വരുന്നുണ്ട്, കോളിലേക്ക് പോകാം. ഹലോ, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ഇത് ആരാ സംസാരിക്കുന്നേ? ഞാൻ ജയനമ്മ ജോയി. ഓക്കെ ആൻറ്റി, എവിടെന്നാ വിളിക്കുന്നേ? ഞാൻ തിരുവല്ലായിന്ന്. ഓക്കെ. അപ്പൊ എന്തൊക്കെയുണ്ട് ആൻറ്റി വിശേഷം? സുഖമായിട്ടിരിക്കുന്നോ? എന്തോ? സുഖമായിട്ടിരിക്കുന്നോ? സുഖമായിട്ടിരിക്കുന്നു. ഓക്കെ. മക്കളൊക്കെ എങ്ങനെയാണ്? മോൻ ജോലിയാ നേഴ്സായിട്ട്. മോള് ബ്യൂട്ടി പാർലർ പഠിച്ച് ജോലി ചെയ്യുന്നു. ഓക്കെ ശരി ആൻറ്റി. അപ്പം എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുന്നു? രണ്ടുപേരും ഡയബറ്റിക്കാണ്. പിന്നെ കണ്ണിന്റെ പ്രയാസങ്ങൾ കൂടുതൽ കടന്നു പോകുന്നു. ഹസ്ബൻഡ് ഗ്ലോക്കോമയുടെ പ്രോബ്ലം ഉണ്ട്. ഒരു കണ്ണിന്റെ കാഴ്ച പോയി. ഒരു കണ്ണിന് ഓപ്പറേഷൻ വേണമെന്നാ പറഞ്ഞത്. പക്ഷെ ചെന്നപ്പോ അവര് പറഞ്ഞു ഓപ്പറേഷൻ വേണ്ട, മരുന്നുകൊണ്ട് റെഡിയാവുമെന്ന് പറഞ്ഞു. ഓക്കെ, ദൈവം സൗഖ്യം നടട്ടെ ആൻറ്റി. ഓക്കെ, നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. ഓക്കെ, നമ്മുടെ പ്രോഗ്രാം കാണാറുണ്ടോ? കാണാറുണ്ട്, പല പ്രാവശ്യം അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. എന്നോട് സംസാരിക്കുന്ന ആദ്യമായിട്ടാന്ന് തോന്നുന്നു. ഓക്കെ ആൻറ്റി, അപ്പൊ ആദ്യത്തെ ചോദ്യത്തിലോട്ട് പോയാലോ? ഓക്കെ. അപ്പൊ ആന്റിക്ക് വേണ്ടിയുള്ള ആദ്യത്തെ ചോദ്യം ഇതാണ്, പൗലോസിന്റെ കൂട്ടുവേലക്കാരായ ഒരു കുടുംബം ഏതാണ്? പൗലോസിന്റെ കൂട്ടുവേലക്കാരായ ഒരു കുടുംബം ഏതാണ്? ശരി ഉത്തരവാണ് ആന്റി, പ്രിസ്ക അക്വില ദമ്പതികൾ. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ ചോദ്യത്തിലോട്ട് പോയാലോ? ആന്റിക്ക് വേണ്ടിയുള്ള രണ്ടാമത്തെ ചോദ്യം ഇതാണ്, പൗലോസിന്റെ പ്രാണനു വേണ്ടി തങ്ങളുടെ കഴുത്ത് വെച്ചു കൊടുത്തവൻ ആരാണ്?
എപ്പൈനാത്തോസ്. അല്ല. ഇവർ രണ്ടുപേരും പ്രിസ്കയും അഖില്യാവും. ശരി ഉത്തരമാണ് ആന്റി, പ്രിസ്കയും അഖില്യാവും. ഓക്കെ, ഓക്കെ. നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. അതിന് മുൻപായിട്ട് നല്ലൊരു പാട്ട് കേൾക്കണമെന്ന് ആഗ്രഹമുണ്ട്. പാട്ട് പാടുവോ? ചെറുതായിട്ട് പാടും. മതി, അപ്പൊ 4 വരി പാടും ആന്റി. ഓക്കെ ഓക്കെ. ആ. നിനക്കസാധ്യമായൊന്നുമില്ലായി മരുവിൽ എന്റെ ദൈവം തുണയായി കൂടെയുള്ളതാലെല്ലാം സാധ്യമാണെനിക്ക്. ഭീകരമായ ചെങ്കടൽ പോലെ പിടിപ്പെടുത്തുന്ന വിഷമവേളകൾ, ഭീകരമായ ചെങ്കടൽ പോലെ പിടിപ്പെടുത്തുന്ന വിഷമവേളകൾ എന്റെ മുന്നിൽ ഉയർന്നിടുമ്പോ ഭയപ്പെടേണ്ട, കത്തൻ പുതുവഴി ഒരുക്കിടും നിന്റെ മുൻപിൽ ഉയർന്നിടുമ്പോ ഭയപ്പെടേണ്ട, കത്തൻ പുതുവഴി ഒരുക്കിടും നിനക്കസാധ്യമാ ഒന്നുമില്ലായി മരുവിൽ എന്റെ ദൈവം കൂടെയുള്ളതാലെല്ലാം സാധ്യമാണെനിക്ക്. ഹലോ ആന്റി, നന്നായിട്ട് പാടി കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കേട്ടിരിക്കാൻ, സത്യമായിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലോട്ട് പോയാലോ? അപ്പോ ആന്റിക്ക് വേണ്ടിയുള്ള 3rd ക്വസ്റ്റ്യൻ ഇതാണ്. ആസിയിൽ ക്രിസ്തുവിന് ആദ്യഫലമായവനും പൗലോസിന് പ്രിയനുമായവൻ ആരായിരുന്നു? ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ ആന്റി? ആസിയിൽ ക്രിസ്തുവിന് ആദ്യഫലമായവനും പൗലോസിന് പ്രിയനുമായവൻ ആരായിരുന്നു? ശരി ഉത്തരവാണ് ആന്റി, എപ്പൈനാത്തോസ്. ഓക്കെ, ഇനി ഒരൊറ്റ ചോദ്യം കൂടെ അവശേഷിക്കുന്നുള്ളൂ. അതിന് മുൻപായിട്ട് ആന്റിക്ക് എന്തെങ്കിലും എന്താണ് സാക്ഷ്യം പറയാൻ താല്പര്യമുണ്ടോ? പ്രേക്ഷകരോട് പങ്കുവയ്ക്കാൻ താല്പര്യമുണ്ടോ? എന്തോ? ഹലോ, സാക്ഷ്യം പറയാനായിട്ട് ഒത്തിരി കാര്യങ്ങളുണ്ട്, എങ്കിലും ഞാൻ ചുരുക്കി പറയാൻ ആഗ്രഹിക്കുന്നു. പറഞ്ഞോളൂ ആന്റി. ദൈവം എന്നെ 2 പ്രാവശ്യം മരണത്തിൽ നിന്ന് രക്ഷിച്ചു. ഞാന് ആ സാക്ഷി എല്ലാരോടും പറയും, കുറെ നീണ്ട സാക്ഷിയാണ്, അതിപ്പം പറയാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പം എനിക്ക് എപ്പോഴും ഞാൻ എന്റെ ജീവിതത്തില് ഇതുപോലെയൊക്കെ എന്റെ ഭാരവും പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ ഇങ്ങനെയുള്ള പാട്ടുകൾ പാടിയാണ് ആശ്വസിക്കുന്നത്. ഞാന് ഡൽഹിയിലായിരുന്നു. അവിടെ നിന്ന് ഇപ്പം എന്റെ അമ്മയും അച്ഛനെയും നോക്കാനായിട്ടാണ് ഞാൻ ഇവിടെ നാട്ടിൽ വന്നത്. അവരെ നന്നായിട്ട് ടേക്ക് കെയർ ചെയ്തു. അവര് സന്തോഷമായിട്ട് കുറെ നാള് ജീവിച്ചു. അതിന് ശേഷം ഇപ്പൊ 2 പേരും മരിച്ചു. അവര് നിത്യതയിലാണ്. ഇനിയും വീണ്ടും കാണുമെന്നുള്ള പ്രത്യാശയിൽ ഇരിക്കുന്നു. പിന്നെ എനിക്ക് എന്റെ ജീവിതത്തിൽ എനിക്ക് ബൈക്കോളജി പഠിക്കാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെങ്കില് അത് അന്നൊന്നും എന്റെ യൗവനകാലത്തിൽ അതൊന്നും എനിക്ക് ലഭിച്ചില്ല അങ്ങനൊരു അവസരം. എന്നാൽ ഇപ്പം ദൈവം അനുസരിച്ചിട്ട് ഇപ്പം ഞാൻ കൊട്ടാരക്കരയുള്ള ഒരു ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞാൻ ജോയിൻ ചെയ്തു. ഇത് ഓൺലൈൻ വഴിയുള്ള ക്ലാസ്സാണ്. ഇപ്പം ഒരു 2 മാസമായിട്ട് ഞാൻ അത് പഠിക്കുന്നു. ഭൂമിശാസ്ത്രം, ക്രിസ്തോളജി, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ പഠിച്ചു വരുന്നു. അതെന്റെ ജീവിതത്തിൽ വളരെ അനുഗ്രഹവും വളരെ സന്തോഷമാണ്. ഞാൻ ഡയബറ്റിക് ഉള്ള ആളാണ്. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടും പ്രയാസം, കണ്ണിന്റെ പ്രയാസം ഉണ്ട്. കഴിഞ്ഞ മാസമാണ് കണ്ണിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞത്. എങ്കിലും ഇതിനെല്ലാം ഓവർകം ചെയ്ത് മുന്നോട്ട് പോയി വചനം പഠിച്ച് ദൈവനാമത്തിന് വേണ്ടി മറ്റുള്ളവർക്ക് ഈ വചനം പറയുവാനും അവരോട് സുവിശേഷം അറിയിക്കാനും ഒക്കെ ദൈവം എനിക്ക് ഭയങ്കര സന്തോഷമാണ് കൃപയെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നേരത്തെയും പറയുവാനും, എന്നാൽ ഇപ്പം വചനം കുറെ കൂടെ ആഴമായിട്ട് പഠിക്കുന്നുണ്ട്. എനിക്ക് വളരെ സന്തോഷമുണ്ട്. എനിക്ക് മറ്റുള്ളവരോട് അടുത്ത് ചെയ്യുന്ന ധൈര്യമായിട്ട് അവരോട് പറയാൻ തക്കണം. എന്നെ വീണ്ടെടുത്ത ദൈവത്തെ കുറിച്ച്
മണ്ഡലത്തിൽ നെഗറ്റീവ് ശരീരത്തെ കുറിച്ചൊക്കെ എനിക്ക് സാക്ഷ്യം പറഞ്ഞ് അവരോട് മനസ്സിലാവും. ഒരു സാക്ഷി മറ്റൊരു സാക്ഷി ഉളവാക്കുന്നല്ലേ പറയുന്നത്. അതെ, അപ്പൊ അവരുടെ ജീവിതത്തിൽ ഒരു മാനസാന്തരം ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും ആൻറ്റി വളരെ ഒരു നല്ലൊരു സാക്ഷിയായിരുന്നു. കാരണം ഇപ്പോൾ നമുക്ക് പറ്റാതെ പോയ ഓരോ ആഗ്രഹങ്ങളും ഇനിയും നമുക്ക് നിറവേറ്റാവുന്നതേ ഉള്ളൂ എന്നുള്ളതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ആൻറ്റി എന്ന് പറയുന്നത്. അപ്പം ഇത്രയും ആയിട്ടും ആൻറ്റിക്ക് പഠിക്കാനുള്ള ആ ഒരു താല്പര്യം ആൻറ്റി വിട്ട് കളഞ്ഞില്ല, അതിനുവേണ്ടി പ്രയത്നിച്ചു. അത് വലിയൊരു കാര്യമാണ് ആൻറ്റി. ദൈവം ഇനിയും ആൻറ്റിയെ അനുഗ്രഹിക്കട്ടെ, ആൻറ്റിയുടെ എല്ലാ ആഗ്രഹങ്ങളും നിവർത്തീകരിക്കുവാൻ ദൈവം സഹായിക്കട്ടെ ആൻറ്റി. അപ്പം നമുക്ക് അവസാനത്തെ ചോദ്യത്തിലോട്ട് പോയാലോ? അപ്പൊ ആന്റിക്ക് വേണ്ടിയുള്ള അവസാനത്തെ ചോദ്യം ഇതാണ്. റോമാലേഖനത്തിൽ പറയുന്ന വീട്ടിലെ സഭ ആരുടെ വീട്ടിലായിരുന്നു? റോമാലേഖനത്തിൽ പറയുന്ന വീട്ടിലെ സഭ ആരുടെ വീട്ടിലായിരുന്നു? ഇത് രണ്ട് ദമ്പതികളാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ അഖില്യാവും ശരി ഉത്തരാണ് ആന്റി. റിസ്ക അഖില്യാവ്. ഓക്കെ, അപ്പൊ 4 ചോദ്യത്തിനും ശരി ഉത്തരം നൽകിയിരിക്കുകയാണ്. സന്തോഷാണോ? സന്തോഷം. എനിക്ക് ഏത് സമയത്തും ദൈവവചനത്തിന്റെ കാര്യത്തില് ദൈവനാമത്തിന് വേണ്ടി എപ്പോഴും ഞാൻ ഒരുക്കമുള്ളവളാണ്. അതെ, തീർച്ചയായിട്ടും. അതുകൊണ്ട് തന്നെ അതിന്റെ അനുഗ്രഹങ്ങൾ ആന്റിയുടെ ജീവിതത്തിൽ വന്നു ചേരും. ഓക്കെ ആന്റി, അപ്പൊ നമ്മൾ ഇനിയും വിളിക്കുക. അപ്പം നമ്മളിപ്പോൾ വിളിച്ചിരുന്നത് ജൈനമ്മ ആൻറ്റി ആയിരുന്നു. ആൻറ്റി വിളിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ഇനി നമ്മളെ വിളിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നെക്സ്റ്റ് ടൈം വിളിക്കുമ്പോൾ ആൻറ്റിയുടെ കണ്ണിൻ്റെ പ്രയാസങ്ങളെല്ലാം ദൈവം പൂർണ്ണമായിട്ട് മാറ്റിത്തരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ സ്റ്റോറിയിലേക്ക് മടങ്ങി വന്നാലോ. അപ്പോൾ നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരുന്ന ആൻസിക്കുട്ടിയുടെ കഥയാണല്ലേ. അപ്പോൾ ആ കുഞ്ഞ് തൻ്റെ മുത്തശ്ശി കൊടുത്ത ആ ഭരണിയുമായിട്ട് നേരെ അവരുടെ റൂമിലേക്ക് ഓടുകയാണ് കേട്ടോ. കാരണം അത് അത്രയും പ്രഷ്യസ് ഗിഫ്റ്റാണ് അവൾക്ക് ഈ ലൈഫിൽ കിട്ടിയിട്ടുള്ള ഏറ്റവും പ്രഷ്യസ്, ഏറ്റവും ഇഷ്ടപ്പെടുന്ന തൻ്റെ മുത്തശ്ശി കൊടുത്ത ഗിഫ്റ്റാണ്. അതുകൊണ്ട് അതിനെ സേഫായിട്ട് നല്ലൊരു സ്ഥലത്ത് വെക്കണമെന്നും പറഞ്ഞിട്ട് കുഞ്ഞു കുട്ടികളല്ലേ, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ആ ഒരു താല്പര്യത്തോടുകൂടെ അവൾ അതിനെയും കൊണ്ട് അവളുടെ റൂമിൽ ടേബിളിൽ നല്ല സുരക്ഷിതമായിട്ട് വെക്കുകയാണ്, വീണ് പൊട്ടാത്ത രീതിയിൽ വെക്കുകയാണേ. എന്നിട്ട് നേരെ അവൾ പോയത് അവളുടെ പപ്പയുടെ അടുത്താണ്. പപ്പയുടെ അടുത്ത് പോയിട്ട് അവൾ ചോദിക്കുകയാണ്, പപ്പ എനിക്ക് ആ ഭരണിയിൽ ഇടാനായിട്ട് എന്തേലും കാശ് താ പപ്പ, മുത്തശ്ശി പറയുന്നുണ്ടായിരുന്നു ആ കാശ് കൊണ്ട് എനിക്കിഷ്ടമുള്ളത് എന്തേലും വാങ്ങിത്തരാം എന്ന്, അപ്പോൾ എനിക്കതിലിടണം, പപ്പ എന്തേലും കാശ് തരുമോ എന്ന് ചോദിച്ചു. അങ്ങനെ ആ കുഞ്ഞിന് പപ്പ എത്ര രൂപ, 10 രൂപ കയ്യിൽ കൊടുക്കുവാണ്. എന്നിട്ട് പറഞ്ഞു, ആ മോളെ ഇത് കൊണ്ടിട്ടോളൂ, ഇനി നാളെയാണ്, ഇനി ചോദിക്കരുത്. അവൾ ഓക്കെ സമ്മതിച്ചു, തലയാട്ടി സമ്മതിച്ചു. എന്നിട്ട് നേരെ ആ ഭരണിയിലേക്ക് കൊണ്ടിടുകയാണേ. ആലോചിച്ചോളണം, അതൊരു കുഞ്ഞു ഭരണിയാണ്. ഓക്കെ, അപ്പോൾ ആ ഭരണിയിലേക്ക് അവൾ സന്തോഷത്തോടുകൂടെ ആ ഒരു കാശ് കൊണ്ടിടുകയാണ്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ആൾക്കൊരു ആകാംക്ഷ, ആ കാശ് അവിടെ തന്നെ ഉണ്ടോ, അല്ലെങ്കിൽ ആ കാശിന് എന്തെങ്കിലും സംഭവിച്ചോ, അല്ലെങ്കിൽ എൻ്റെ ആ ഒരു സേവിങ്സ് എനിക്ക് ഒന്നുകൂടെ കണ്ടാലോ, അങ്ങനെയൊക്കെയുള്ളൊരു കുഞ്ഞു കുട്ടിയായതുകൊണ്ട് അവരുടെ മനസ്സങ്ങനെ ആണല്ലോ. അപ്പോൾ ആ ഒരു ഇതിൽ അവൾ നേരെ ചെന്ന് ആ ഒരു ഭരണിയിലേക്ക് കൈയിടുകയാണ്. കൈ നന്നായിട്ട് ഈസി ആയിട്ട് തന്നെ ഇറങ്ങിപ്പോയി കേട്ടോ. എന്നിട്ട് ആ കാശ് തപ്പിപ്പിടിച്ച് അതിനെ തിരിച്ചെടുക്കാൻ നേരത്തുണ്ട് കൈ പുറത്തേക്ക് വരുന്നില്ല. അവളാകെ പേടിച്ചു പോയി. അവൾ കിടന്ന് കരയാനായിട്ട് തുടങ്ങി. അയ്യോ മമ്മി ഓടി വരണേ, പപ്പ ഓടി വരണേ, എൻ്റെ കൈ ഇതിൽ നിന്ന് പുറത്തെടുക്കാൻ പറ്റുന്നില്ല, എനിക്ക് വേദനിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ആൻസിക്കുട്ടി ഒരേ കരച്ചിലാണ് കേട്ടോ. അപ്പോൾ ഇനി എന്താണ് മോക്ക് സംഭവിച്ചതെന്ന് നമുക്കറിയാം. അനുപയുടെ മോക്കൊരു കോൾ വരുന്നുണ്ട്. ആരാ നോക്കിയാലോ. ഹലോ, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ഇതാരാ സംസാരിക്കുന്നേ? ഞാൻ അങ്കമാലിയിൽ നിന്ന് അന്നാമ ബേബി. അവിടെ സുഖായിരിക്കണോ? ഓ സുഖം ആന്റി. ആന്റി സുഖമായിട്ടിരിക്കുന്നോ? കാലാവസ്ഥയൊക്കെ എങ്ങനെയുണ്ട്? ഇവിടെയൊക്കെ ഭയങ്കര ചൂടമുള്ള, മഴ എന്ന് പറയുന്ന സാധനം ഇല്ല. ഇവിടെയും ചൂടാ. ഇവിടെ മഴ വന്നപ്പോ എല്ലാവരും ഇങ്ങനെ പറഞ്ഞു മഴ പോയി. മഴയോട് വരാൻ പറഞ്ഞു വിളിച്ചോ? അതാണ്, ഇനി വരാൻ പറഞ്ഞു വിളിക്കണം. അതെ അതെ, ഇവിടെ മഴയായിരുന്നപ്പോ ഒരേ മഴയായിരുന്നു. രശ്മി ഹാപ്പി ആണല്ലോ? ഹാപ്പിയാണ് ആന്റി. ആന്റി എങ്ങനെ ഇരിക്കുന്നത്? ഹാപ്പിയാണോ? ഞാൻ ഹാപ്പിയാണ്. ഓക്കെ, കൊച്ചുമോളൊക്കെ വരാറുണ്ടോ? വരാറുണ്ട്. വളരെ അവള് പഠിത്തം കഴിഞ്ഞു, കൊച്ചുമോള് പഠിത്തം കഴിഞ്ഞു, BSc നഴ്സിംഗ് പഠിച്ചു കഴിഞ്ഞു. ഇപ്പൊ അവിടെ ജോലിക്ക് കയറി. ഓക്കെ, പഠിച്ചു കഴിഞ്ഞല്ലേ? ഓക്കെ ശരി. അപ്പോ മക്കളൊക്കെ വിളിക്കാറുണ്ടോ?
ആ വിളിക്കാറുണ്ട്. ഇന്ന് വിളിച്ചു, എല്ലാവരും വിളിച്ചു. ആ ഓക്കെ ആൻറ്റി. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു? ഹാപ്പിയായി, ദൈവകൃപയാൽ ഹാപ്പി ഹാപ്പി ആയിരിക്കുന്നു. ആയിരിക്കുന്നു. ആ ഞാൻ വിചാരിക്കായിരുന്നു ആൻറ്റി എന്തുകൊണ്ട് ദൈവകൃപയാലെന്ന് പറഞ്ഞില്ലാന്ന്. എപ്പോഴും അതല്ലേ പറയുന്നേ. അതല്ലേ നമുക്കുള്ള ഒരു, എത്രയോ ആപത്ത് വന്നാലും ഞാൻ അത് പറയുമ്പോൾ ദൈവം അത് കൃപയാവാണ്. യഹോവ ഇരേ എന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ എന്റെ കാര്യങ്ങൾ യഹോവ ഇരേ, ദൈവം അപ്പൊ തന്നെ അവിടെ പ്രസാദിക്കും. പ്രസാദിക്കാതെ. അപ്പോൾ നമ്മുടെ പ്രോഗ്രാം മുടങ്ങാതെ കാണാറുണ്ടല്ലോ? പക്ഷെ ഒരാഴ്ചയായിട്ട് ടി വി കേടായിരുന്നു. അത് തന്നെ, ടി വി അല്ല, ഇവിടെ നമ്മുടെ മരം മുറിക്കലായിരുന്നു. വീടിന്റെ മുറ്റത്ത് ഒരു മാവ് നിൽപ്പുണ്ട്, അത് മുറിച്ചാറിനോണ്ട് ഏഷ്യാനെറ്റുകാർ കട്ടിയിട്ട് പോയേക്കാണ്, കട്ട് ചെയ്തിട്ട്. അപ്പൊ അവര് വന്നില്ല. ഇപ്പൊ ഓക്കെ ആയോ ആൻറ്റി? ഇല്ല, ഇന്ന് അവര് വന്ന് നോക്കി പോയിട്ടുണ്ട്, നാളെ വരുമായിരിക്കും. ഓക്കെ. അപ്പോ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലോട്ട് പോയാലോ? പോകാലോ. ഓക്കെ. അപ്പൊ ആൻറ്റിക്ക് വേണ്ടിയുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. നമ്മിൽ ഓരോരുത്തരും തന്റെ അയൽക്കാരനെ എന്തിനു വേണ്ടി പ്രസാദിപ്പിക്കണം? ആത്മീയ വർധനയ്ക്കായി പ്രസാദിപ്പിക്കണം. ഓക്കെ, ആത്മീയ വർധനയ്ക്കും പിന്നെ ഒന്നും കൂടെ ഉണ്ട്. നന്മയ്ക്കായിട്ടും. അതെ, ശരി ഉത്തരാണ് ആൻറ്റി. അവന്റെ നന്മയ്ക്കും ആത്മീക അഭിവൃദ്ധിക്കും വേണ്ടി. ഓക്കെ. അപ്പൊ രണ്ടാമത്തെ ചോദ്യത്തിലോട്ട് പോയാലോ? ആൻറ്റിക്ക് വേണ്ടിയുള്ള രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. നമുക്ക് ഇതിനാൽ ലഭിക്കുന്ന സഹിഷ്ണുതയാലും ആശ്വാസത്താലും പ്രത്യാശ ഉണ്ടാകേണ്ടതിന് തന്നെ അവ എഴുതപ്പെട്ടിരിക്കുന്നു. എന്ത്? നിങ്ങൾ ഐക്യതപ്പെട്ടു നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തെ ഏക മനസ്സോടെ ഒരു വായിനാൽ മഹത്വീകരിക്കേണ്ടത്. അല്ല ആൻറ്റി, ക്വസ്റ്റ്യൻ ഞാൻ ഒന്നുകൂടെ വായിക്കാം. നമുക്ക് ഇതിനാൽ ലഭിക്കുന്ന സഹിഷ്ണുതയാലും ആശ്വാസത്താലും പ്രത്യാശ ഉണ്ടാകേണ്ടതിന് തന്നെ അവ എഴുതപ്പെട്ടിരിക്കുന്നു. ഏത് എഴുതപ്പെട്ടിരിക്കുന്നു? എന്തോ ഒന്ന് എഴുതപ്പെട്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. എന്ത് എഴുതപ്പെട്ടിരിക്കുന്നു? തിരുവെഴുത്തുകൾ. ശരി ഉത്തരവാണ് ആൻറ്റി, തിരുവെഴുത്തുകൾ. ഓക്കെ. അപ്പൊ നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലോട്ട് പോയാലോ? പോകാം മോളെ. ആൻറ്റിക്ക് വേണ്ടിയുള്ള തേർഡ് ക്വസ്റ്റ്യൻ ഇതാണ്. ദൈവത്തിന്റെ മഹത്വത്തിനായി ക്രിസ്തു നിങ്ങളെ കൈക്കൊണ്ടതുപോലെ നിങ്ങളും എന്തു ചെയ്യണം? അന്യോന്യം കൈക്കൊള്ളുവിൻ. ശരി ഉത്തരമാണ് ആൻറ്റി, അന്യോന്യം കൈക്കൊള്ളണം. ഓക്കെ. അപ്പൊ 3 ചോദ്യങ്ങളും ശരി ഉത്തരം നൽകിയിരിക്കുകയാണ്. ആ ഒരു സന്തോഷത്തില് ഒരു പാട്ട് പാടിയാലോ ആൻറ്റി? ആ പാടാം മോളെ, പാടാം. ഓക്കെ, പാടിക്കോ. എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, യേശു എൻ കൂടെയുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി എന്നറിയുന്നു ഞാൻ. എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, യേശു എൻ കൂടെയുണ്ട്. ഹലോ ആൻറ്റി. ഓക്കെ, നന്നായിട്ട് പാടി ആൻറ്റി. ഓക്കെ, താങ്ക് യു. ഓക്കെ. അപ്പൊ ആൻറ്റിക്ക് വേണ്ടിയുള്ള അവസാനത്തെ ചോദ്യം ഇതാണേ. ആ, ഇശായിയുടെ വേരും ജാതികളെ ഭരിക്കുവാൻ എഴുന്നേൽക്കുന്നവനുമായവൻ ഉണ്ടാകും. അവനിൽ അവർ പ്രത്യാശ വയ്ക്കും. ആര്? ചോദ്യം ക്ലിയർ ആണോ ആൻറ്റി? ഇശായിയുടെ വേരും ജാതികളെ ഭരിക്കുവാൻ എഴുന്നേൽക്കുന്നവനുമായവൻ ഉണ്ടാകും. അവനിൽ അവർ പ്രത്യാശ വയ്ക്കും. ആര്? യേശു ക്രിസ്തുവിൽ പ്രത്യാശ വയ്ക്കും. ജാതികൾ പ്രത്യാശ വയ്ക്കും. ശരി ഉത്തരമാണ് ആൻറ്റി, ജാതികൾ. ഓക്കെ. അപ്പൊ 4 ചോദ്യത്തിനും ശരി ഉത്തരം നൽകിയിരിക്കുവാണ്. സന്തോഷായോ? സന്തോഷായി. അപ്പൊ ആ സന്തോഷത്തിൽ ഒരു ബൈബിൾ വാക്യം കൂടെ ആയാലോ? ഓ, ഓക്കെ, സന്തോഷായിരിക്കണം. പറഞ്ഞു ആൻറ്റി. നീ തന്നെ ദൈവം, നിന്റെ വചനങ്ങൾ സത്യവുമാകുന്നു. അടിയന് ഈ നന്മയെ വാഗ്ദാനം ചെയ്തിരിക്കുന്നു. അടിയന്റെ ഗ്രഹം എന്നേക്കും തിരുസന്നതിരിക്കേണ്ടതിന് പ്രസാദം തോന്നി അനുഗ്രഹിക്കണമേ. ഓക്കെ, നല്ലൊരു വചനമായിരുന്നേ. അതെ, അത് രണ്ട് ദിനവൃത്താന്തത്തിലാ. ബാക്കി ഞാൻ മറന്നുപോയി. ഓക്കെ. ഒരുപാട് സന്തോഷം മോളെ. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് ആന്റി. ആന്റിയോട് ഒരുപാട് നാളത്തേക്ക് ശേഷമാണ് ഞാനും അതെ, കുറേ നാളായി കണ്ടിട്ട് കേട്ടിട്ടും. ഓക്കെ, എല്ലാരും അന്വേഷിച്ചേക്കണു. മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, പ്രത്യേകിച്ച് ചൂടായിട്ട് സഹിക്കാൻ പാടില്ല. നമുക്ക് വേണ്ടിയും എല്ലാവർക്കും വേണ്ടി ആന്റിയും പ്രാർത്ഥിക്കണം. ആന്റിയെ നമ്മൾ ഓർക്കും.
ഓ ഓക്കെ, ഞാൻ നമ്മുടെ ഓർക്കുന്നു. പ്രോഗ്രാം ഒക്കെ TV നന്നായിട്ട് കാണുക. നമ്മളിപ്പോൾ വിളിച്ചിരുന്നത് അന്നമ്മ ആൻറ്റി ആയിരുന്നു. ആൻറ്റി വളരെ സന്തോഷം വിളിച്ചതിൽ. ഇനി നമ്മളെ വിളിക്കാനായിട്ട് ശ്രദ്ധിക്കുമല്ലോ. നമുക്ക് നമ്മുടെ സ്റ്റോറിയിലേക്ക് മടങ്ങി വന്നാലോ. അപ്പോൾ നമ്മുടെ ആ കുഞ്ഞ് കിടന്ന് കരയാണ് കേട്ടോ. അപ്പോൾ ഇത് കേട്ടിട്ട് ആ കുഞ്ഞിൻ്റെ പപ്പയും മമ്മയും ഒക്കെ ഓടി വന്നു. അപ്പോൾ ഇവർ നോക്കിയപ്പോൾ ഉണ്ട് ആ കുട്ടിയുടെ കൈ ആ ഒരു ഭരണിക്കകത്ത് കുടുങ്ങിക്കിടക്കുകയാണ്. അപ്പോൾ എന്തായാലും ആ ഭരണി കാണുന്നവർക്കറിയാം ആ കുഞ്ഞു കൈ ആ ഭരണിയിൽ നിന്ന് ഈസി ആയിട്ട് ഇറങ്ങി വരും. പക്ഷേ അവൾ എത്ര ശ്രമിച്ചിട്ടും പുറത്തോട്ടെടുക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഇവരുണ്ട് എണ്ണയൊക്കെ കൊണ്ട് തടകി അങ്ങനെ എടുക്കാനായിട്ട് ശ്രമിച്ചു. പക്ഷെ എന്നിട്ടും നോ യൂസ്, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഇറങ്ങി വരുന്നതേ ഉണ്ടായില്ല. പിന്നെ അവർ ഒരുപാട് ശക്തിയോടെ വലിക്കാനായിട്ട് ശ്രമിച്ചു. പക്ഷെ കുഞ്ഞിൻ്റെ കൈ വേദനിക്കുന്നു എന്നുള്ളതല്ലാതെ അത് പുറത്ത് വരുന്നതേ ഇല്ല. അങ്ങനെ അവർ ചിന്തിച്ചു ഈ ഭരണി ഉടച്ചാലോ, അങ്ങനെ പുറത്തെടുത്താലോ. അപ്പോൾ കുഞ്ഞു ഒരു വിധത്തിൽ സമ്മതിക്കത്തില്ല. തൻ്റെ മുത്തശ്ശി കൊടുത്ത ഭരണിയാണ്, അത് ഒരിക്കലും ഉടയ്ക്കരുത് എന്ന് പറഞ്ഞ് കുഞ്ഞൊരേ നിർബന്ധവും വാശിയും കരച്ചിലും. അങ്ങനെ ഈ പാരൻസ് എന്ത് ചെയ്യണമെന്നറിയാണ്ട് അങ്ങനെ നിന്നപ്പോഴാണ് അച്ഛനൊരു ഐഡിയ തോന്നിയത്. എന്തായാലും ഇതൊരു കുഞ്ഞു ഭരണിയാണ്, ആളുടെ കൈ അകത്ത് കുടുങ്ങിയിട്ടുണ്ട്, അപ്പോൾ അകത്ത് നല്ല ഈസി ആയിട്ട് കയറിയിട്ടുണ്ട്, തീർച്ചയായിട്ടും അത് പുറത്തോട്ട് വരികയും ചെയ്യും. അപ്പോൾ മോളോട് ചോദിച്ചു, മോൾ എന്തിനാണ് ഇതിനകത്ത് കൈ ഇട്ടത്? അപ്പോൾ മോള് പറഞ്ഞു, ഞാൻ ആ 10 രൂപ എടുക്കാൻ വേണ്ടി അച്ഛാ, അതൊന്ന് നോക്കിയിട്ട് വെക്കാമെന്ന് കരുതി, അതിന് വേണ്ടിയാണ് ഞാൻ കൈയിട്ടത് എന്ന് പറഞ്ഞു. അപ്പോൾ പപ്പ ചോദിച്ചു, മോളുടെ കയ്യിൽ ഇപ്പോൾ കാശുണ്ടോ? അപ്പോൾ പറഞ്ഞു, ആ പപ്പ ഞാൻ പിടിച്ചു വെച്ചിട്ടുണ്ട് അത് താഴെ പോകാണ്ടിരിക്കാൻ. അപ്പോൾ പപ്പ പറഞ്ഞു, മോളെ കാശ് വിട്ടേരെ, എന്നിട്ട് കൈ ഇങ്ങ് എടുക്ക്. അപ്പോൾ മോള് പറഞ്ഞു, ഇല്ല പപ്പ, ഞാൻ നോക്കിയിട്ട് ഉടനെ വെക്കും, സത്യമായിട്ടും വെക്കും എന്ന് പറഞ്ഞു. കുഞ്ഞു കുട്ടിയല്ലേ, അവൾക്ക് അതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല. അപ്പോൾ പപ്പ പറഞ്ഞു, നീ അത് അതിനെ വിട്ടിട്ട് കൈ പുറത്തേക്ക് എടുക്കുവാണെങ്കിൽ പപ്പ ഈ കുടുക്കയിലിടാനായിട്ട്, ഈ ഭരണിയിലിടാനായിട്ട് മോക്ക് 1000 രൂപ തരും എന്ന് പറഞ്ഞു. മോളത് കേൾക്കേണ്ട താമസം അത് പിടിവിടുകയും ചെയ്തു. അത് ഈസി ആയിട്ട് അവളുടെ കൈ അതിൽ നിന്ന് ഊരി വരികയും ചെയ്തു. അപ്പം ആ ഒരു കുഞ്ഞു കൈ അതിൽ നിന്ന് ഈസി ആയിട്ട് വരുമായിരുന്നു. പക്ഷേ വരാതിരിക്കാനുള്ള തടസ്സം എന്തായിരുന്നു? അവളുടെ പിടിയായിരുന്നു. അല്ല, അതായത് ആ ഒരു 10 രൂപയിലുള്ള ആ ഒരു പിടിയായിരുന്നു. ആ ഒരു പിടി ഒന്ന് വിട്ടിരുന്നെന്നുണ്ടെങ്കിൽ അവൾ നേരത്തെ ഈസി ആയിട്ട് അതിൽ നിന്ന്, ആ കുടുക്കിൽ നിന്ന് രക്ഷപ്പെടുമായിരുന്നു അല്ലേ? അപ്പോൾ എന്തുകൊണ്ടാണ് അവൾ ആ ഒരു പിടി, ആ 10 രൂപയിൽ നിന്നുള്ള പിടി വിടാൻ കാരണം? പപ്പ വാഗ്ദാനം ചെയ്ത 1000 രൂപയായിരുന്നു കാരണം അല്ലേ? അപ്പോൾ ഇത് തന്നെയാണ് വേദപുസ്തകവും നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ അതെന്താണ് നമുക്ക് കൂടുതലായിട്ട് നോക്കാം. അതിനു മുൻപായിട്ട് നമുക്കൊരു കോൾ വരുന്നുണ്ട്, കോളിലേക്ക് പോകാം. ഹലോ, അജന സമീക്ഷയിലേക്ക് സ്വാഗതം. ഇതാരാ സംസാരിക്കുന്നേ? ഇത് സൂസൻ. സൂസൻ ആൻറ്റി, എവിടെന്നാ വിളിക്കുന്നേ? മല്ലപ്പള്ളി. ഓക്കെ, സുഖമായിട്ടിരിക്കുന്നു ആൻറ്റി? സുഖമായിട്ടിരിക്കുന്നു, ദൈവകൃപയാൽ. ഓക്കെ, വീട്ടിലാരൊക്കെ ഉണ്ട്? ഞാനും ഹസ്ബൻഡും 2 മക്കള് ജോലിയില്ല, വീട്ടില്ല. ഓക്കെ, ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു ആൻറ്റി? ഞങ്ങൾക്ക് ഓട്ടോയാണ്. ഓക്കെ. അപ്പോൾ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടൊക്കെ പോകുന്നു? ഓക്കെ ആൻറ്റി. അപ്പോൾ നമ്മുടെ പ്രോഗ്രാം കാണാറുണ്ടോ? കുറച്ചൊക്കെ. ഓക്കെ, സമയം കിട്ടുമ്പോഴൊക്കെ കാണാറുണ്ടല്ലേ? ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോയാലോ? പോകാം. ആൻറ്റിക്ക് വേണ്ടിയുള്ള ആദ്യത്തെ ചോദ്യം ഇതാണ്. സഹോദരന്റെ വഴിയിൽ ഇത് വയ്ക്കാതിരിക്കുവാൻ തീരുമാനിച്ചു കൊള്ളുവിൻ. ഇടർച്ചയോ തടകലോ? ശരി ഉത്തരമാണ് ആൻറ്റി, ഇടർച്ചയോ തടസ്സമോ. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലോട്ട് പോയാലോ? പോകാമല്ലോ. ആൻറ്റിക്ക് വേണ്ടിയുള്ള രണ്ടാമത്തെ ചോദ്യം ഇതാണ്. നിങ്ങൾ എന്ത് കരുതുന്നതാണ് മറ്റുള്ളവർ തിന്മ എന്ന് പറയാതിരിക്കേണ്ടത്? ദൂഷണം. നിങ്ങൾ എന്ത് കരുതുന്നതാണ് മറ്റുള്ളവർ തിന്മ എന്ന് പറയാതിരിക്കേണ്ടത്? എന്ത് ചെയ്യുമ്പോൾ മറ്റുള്ളവർ തിന്മയെന്ന് പറയുമ്പോഴാണ് നമുക്ക് ഏറ്റവും വിഷമം? ദൂഷണം പറയുമ്പോഴോ? അല്ല, നന്മ പറയാതെ തിന്മ പറയുമ്പോ? അല്ലല്ലല്ല, നന്മയായി. ശരി ഉത്തരമാണ് ആൻറ്റി. ആൻറ്റി നല്ലൊരു പാട്ട് പാടാമോ? എന്റെ ദൈവത്താൽ നിശ്ചയമാനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. തന്റെ വചനം പോലെ ഞാൻ ചെയ്യും,
തന്റെ വഴിയിൽ തന്നെ നടക്കും, തന്റെ വചനം പോലെ ഞാൻ ചെയ്യും. തന്റെ വഴിയിൽ തന്നെ നടക്കും, ദേശത്തു ഞാൻ അനുഗ്രഹിക്കപ്പെടും, ജോലിയിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും. എന്റെ വീട്ടിൽ ആരും കുറയുകില്ല, ആവശ്യങ്ങളൊന്നുമേ മുടങ്ങുകില്ല. എന്റെ വീട്ടിൽ ആരും കുറയുകില്ല, ആവശ്യങ്ങളൊന്നുമേ മുടങ്ങുകില്ല. എന്റെ ദൈവത്താൽ നിശ്ചയമാനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. ഹലോ ആന്റി, നന്നായിട്ട് പാടി കേട്ടോ. ശരി, അപ്പൊ നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലോട്ട് പോയാലോ? പോകാമല്ലോ. ആന്റിക്ക് വേണ്ടിയുള്ള മൂന്നാമത്തെ ചോദ്യം ഇതാണ്: ദൈവരാജ്യം എന്തല്ല? ഭക്ഷണവും പാനീയവുമല്ല. ശരി ഉത്തരവാണ് ആന്റി, ഭക്ഷണവും പാനീയവും. ഓക്കെ, നമുക്ക് അവസാനത്തെ ചോദ്യത്തിലോട്ട് പോയാലോ? പോകാമല്ലോ. ഓക്കെ, അപ്പൊ ആന്റിക്ക് അതിന് മുൻപായിട്ട് ആന്റി ഇപ്പൊ വചനമൊക്കെ വായിക്കാറുണ്ടല്ലോ. ഉണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും സ്ട്രൈക്ക് ചെയ്തിട്ടുള്ള വചനമോ വ്യക്തിയോ ആരെങ്കിലും ഉണ്ടോ? ദാനിയേലിനെ ഭയങ്കര ഇഷ്ടമാ. ദാനിയേലിന്റെ വിശ്വസ്തതയും അനുസരണവും, പ്രാർത്ഥന അതുകൊണ്ട് ഒത്തിരി ഇഷ്ടമാണ് ദാനിയേലിനെ. ഒത്തിരി ഇഷ്ടം. ദാനിയേൽ താഴ്ത്തിയപ്പോൾ തന്നെ ദൈവം പ്രാർത്ഥന കേട്ടു എന്നൊക്കെ പറയുന്ന അതൊക്കെ. അതുപോലെ തീച്ചുളയിലേക്ക് കൊണ്ടുപോകുമ്പോഴും ഇട്ടപ്പോഴും അവരുടെ വിശ്വാസം, അതിൽ നിന്ന് യേശു തന്നെ ഇറങ്ങി അവന് വിടുവിച്ചു എന്നുള്ളതാണ് അല്ലേ? അതെ, ഏറ്റവും വലിയ വിശ്വാസത്തിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ദാനിയേൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പ്രാർത്ഥിക്കാനും ഒരിക്കലും മടി കാണിക്കാതെ ഒരു നേരം പോലും പ്രാർത്ഥന മുടക്കാത്തൊരു നല്ലൊരു വ്യക്തിയായിരുന്നു ദാനിയേൽ. ഓക്കെ ആന്റി, അപ്പൊ നമുക്ക് അവസാനത്തെ ചോദ്യത്തിലോട്ട് പോയാലോ? പോകാം. ആന്റിക്ക് വേണ്ടിയുള്ള അവസാനത്തെ ചോദ്യം ഇതാണ്: ദൈവരാജ്യം ഭക്ഷണവും പാനീയവും അല്ല, പിന്നെ എന്താണ്? നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും. ശരി ഉത്തരാണ് ആന്റി, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും. അപ്പൊ 4 ചോദ്യങ്ങൾക്കും ശരി ഉത്തരം നൽകിയിരിക്കുകയാണ്. സന്തോഷായോ? സന്തോഷമായി. ഓക്കെ ആന്റി, ആന്റി വിളിച്ചതിൽ നമുക്ക് ഒത്തിരി സന്തോഷമുണ്ട്. നമ്മൾ ഇനിയും വിളിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ പ്രാർത്ഥന ഞങ്ങളെ ഓർക്കുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും ആന്റി. ഞാൻ മോന്റെ വിവാഹത്തിന് വേണ്ടിയൊക്കെ നിങ്ങളോടും പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു മോന്റെ വിവാഹമൊക്കെ ഇങ്ങനെ ക്രമീകരണം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓക്കെ ആന്റി, വളരെ സന്തോഷം കേട്ടതില്. ദൈവം തീർച്ചയായിട്ടും അത്ഭുതം പ്രവർത്തിക്കട്ടെ, നല്ലൊരു ജീവിത പങ്കാളിയെ കിട്ടട്ടെ. അതെ, പ്രാർത്ഥിച്ചതിൽ നന്ദി. ആ കൊച്ചു നല്ലൊരു കൊച്ചായിരിക്കണം, ദൈവസ്നേഹമുള്ളതും മനുഷ്യ സ്നേഹമുള്ളതും ഒക്കെ ആയിരിക്കണമേ എന്നുള്ള. തീർച്ചയായിട്ടും ആന്റി, ബൈബിളിൽ തന്നെ പറയുന്നുണ്ട്, ദൈവത്തെ അനുസരിച്ച് നടക്കുന്ന ഒരു പുരുഷന് ദൈവം കൊടുക്കുന്ന ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് ആയിരിക്കും വിവേകമുള്ള സ്ത്രീ, ഭാര്യ എന്ന് പറയുന്നത്. ദൈവം അനുഗ്രഹിക്കും ആന്റി. ഓക്കെ, വളരെ സന്തോഷം ആന്റി വിളിച്ചതിൽ. അപ്പൊ നമ്മളിപ്പോ വിളിച്ചത് സൂസൻ ആന്റി ആയിരുന്നു. ആന്റി വിളിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ഇനി നമ്മളെ വിളിക്കാനായിട്ട് ശ്രദ്ധിക്കുക. മോന്റെ കല്യാണമൊക്കെ വളരെ ഗംഭീരമായിട്ട് ദൈവം നടത്തി തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ലൈഫ് ഏറ്റവും അനുഗ്രഹപ്രദമായി മാറട്ടെ. ഓക്കെ, അപ്പൊ നമ്മുടെ സ്റ്റോറിയിലേക്ക് നമുക്ക് കടന്നു വരാം. അപ്പൊ സ്റ്റോറിയിൽ നമ്മൾ കണ്ട കാര്യം എന്തായിരുന്നു? ആ കുട്ടി ആ ഒരു 10 രൂപയിൽ പിടിവിടാതെ പിടിച്ച് വെച്ചിരുന്നത് കൊണ്ടായിരുന്നു എന്താണ് അവളുടെ കൈ മോചിപ്പിക്കാൻ പറ്റാത്തല്ലേ. അതിന് വലിയൊരു ഓഫർ, 1000 രൂപയുടെ ഒരു ഓഫർ അച്ഛൻ പപ്പ കൊടുത്തപ്പോൾ എന്താ സംഭവിച്ചേ? അവൾ ഓട്ടോമാറ്റിക്കലി ആ കൈ വിട്ട് അതിൽ നിന്ന് കൈയെ മോചിപ്പിക്കുകയാണ് ചെയ്തതല്ലേ. ഇതുപോലെ വചനവും പറയുന്നുണ്ട്. ഒരു വ്യാപാരിയുടെ കഥ പറയുന്നുണ്ട് കേട്ടോ വചനത്തിൽ. അതായത് തനിക്കുള്ളതെല്ലാം വിറ്റ് ഒരു വയൽ സ്വന്തമാക്കിയ ഒരു വ്യാപാരിയുടെ കഥ. കാരണം ആ വയലിനകത്ത് ഒരു നിധി ഒളിഞ്ഞു കിടപ്പുണ്ട് എന്ന് ഈ വ്യാപാരി അറിയുകയാണ്. അതുകൊണ്ട് തന്നെ ആ നിധി എന്താണ്? അത് ഏറ്റവും വലിയ നിധിയാണ്. അതായത് തനിക്കുള്ള സ്വത്തിനേക്കാളും വലിയ ഭാഗമാണ് അവിടെ ഉള്ളത് എന്നറിഞ്ഞ ഈ വ്യാപാരി തനിക്കുള്ള എല്ലാ സമ്പാദ്യവും വിറ്റ്
വിറ്റ് ആ കാശ് കൊണ്ട് ആ വയൽ മുഴുവനായി വാങ്ങുകയാണ്. എന്നിട്ട് ആ നിധി സ്വന്തമാക്കുകയും ഏറ്റവും വലിയ ആഡംബര ജീവിതത്തിലേക്ക് പോവുകയും ചെയ്യുന്നു. ഇത് സ്വർഗരാജ്യത്തെക്കുറിച്ച് പറഞ്ഞ യേശു പറഞ്ഞ ഒരു ഉപമകളിൽ ഒന്നായിരുന്നു. എന്ന് വെച്ചാൽ നമുക്ക് ഈ ലോകത്ത് ചിലതൊക്കെ നഷ്ടപ്പെട്ടാൽ മാത്രമേ സ്വർഗരാജ്യം അവകാശപ്പെടാനായിട്ട് സാധിക്കുകയുള്ളൂ. നമുക്കറിയാം ഈ ലോകത്തുള്ളതെല്ലാം താൽക്കാലികമായിട്ടുള്ള സുഖവും സന്തോഷവുമാണ്. പക്ഷെ സന്തോഷത്തിലേക്ക് നമുക്ക് എത്തണമെങ്കിൽ ചില താൽക്കാലിക സന്തോഷങ്ങൾ നമ്മെ പിടിച്ചു വെച്ചിരിക്കുന്ന ആ ബന്ധനങ്ങൾ നാം തന്നെ പൊട്ടിച്ചു മാറ്റണം. അപ്രകാരം ആ ബന്ധനങ്ങളൊക്കെ തകർത്തെറിഞ്ഞ് യേശുവിന് ഇഷ്ടമില്ലാത്ത എല്ലാ ബന്ധനങ്ങളും തകർത്തുകൊണ്ട് ദൈവരാജ്യത്തിലേക്ക് നമുക്കും യേശുവിൻ്റെ അടുത്തേക്ക് എത്താനായിട്ട് സർവ്വശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ വചന സമീക്ഷയുടെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഏവർക്കും നന്ദി.